രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ത്രീ പീഡന വിഷയങ്ങളിൽ കൂടുതൽ പരാതികൾ രംഗത്തെത്തിയത് നമ്മൾ കണ്ടിരുന്നു. ശ്രീനിധി, ഇതാ രണ്ടാം പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ മറ്റേ ഫെനി നൈനാൻ കൂട്ടിക്കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കാൻ സഹായം ചെയ്തു എന്ന് പറഞ്ഞ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയിലുള്ള FIR ആണോ ഇപ്പോൾ എടുത്തത്? തീർച്ചയായും ജിംഷാദ്, നിലവിൽ കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി KPCC നേതൃത്വത്തിന് പരാതി നൽകിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കമാണ് ഈ പെൺകുട്ടി രാഹുൽ തന്നെ തന്നോട് അതിക്രൂരമായ രീതിയിൽ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതി KPCC അധ്യക്ഷൻ DGPക്ക് കൈമാറുകയായിരുന്നു. DGP ഇന്ന് രാവിലെയാണ് ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതിനു ശേഷം ഇതിൽ ആ പെൺകുട്ടി ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇതിൽ അടിയന്തരമായി കേസെടുത്ത് മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആ പെൺകുട്ടിയുമായി പ്രത്യേക അന്വേഷണ സംഘം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ ബലാത്സംഗത്തിന്റെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് ഈ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. DYSP സജീവനാണ് നിലവിൽ അന്വേഷണ ചുമതല എന്ന് പറയുന്നത്. ഈ അന്വേഷണ സംഘം യുവതിയിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഇതിന്റെ അന്വേഷണത്തിലും ഭാഗമാവുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേലായിരുന്നു ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു പെൺകുട്ടി, അതായത് 23 വയസ്സുള്ള ഒരു പെൺകുട്ടി KPCC നേതൃത്വത്തിന് നൽകിയ പരാതി, ആ പരാതി DGPക്ക് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയിന്മേലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.